നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ലോകത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും ഓരോരോ ഗുണമുണ്ട്. എല്ലാവരിലും ദേവത്വവും അസുരത്വവും കുടികൊള്ളുന്നു. അത് ഏറിയും കുറഞ്ഞുമിരിക്കുമെന്ന് മാത്രം. ദൈവീകത കൂടിയിരിക്കുമ്പോൾ സത്കർമ്മങ്ങളും ആസുരത വർദ്ധിക്കുമ്പോൾ ദുഷ്കർമ്മവും ചെയ്യും. ഈ ദേവാസുര ഗുണങ്ങൾ രൂപപ്പെടുന്നത് പ്രകൃതിജന്യമായ ത്രിഗുണങ്ങളിൽ നിന്നാണ്. ത്രിഗുണമില്ലെങ്കിൽ പ്രകൃതിയില്ല, പ്രകൃതിയില്ലെങ്കിൽ പ്രപഞ്ചവുമില്ല. സത്വഗുണം മുന്തി നിന്നാൽ ബ്രാഹ്മണത്വം, രജോ ഗുണം കൂടിയാൽ ക്ഷത്രിയത്വം, തമോ ഗുണം മുന്നിട്ട് നിന്നാൽ ശൂദ്രത്വം, രജോ ഗുണവും തമോ ഗുണവും ശേഷം സത്വഗുണവും വന്നാൽ വൈശ്വത്യം ഫലം. ഈ ഗുണങ്ങൾ വന്നു ചേരുന്നത് 3 തരത്തിൽ: മുജ്ജന്മ കർമ്മഫലം, ഇപ്പോഴത്തെ കർമ്മം, നിലവിലുള്ള ചുറ്റുപാടിൻ്റെ സ്വാധീനം. ഇതിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് 2 എണ്ണം മാത്രം: ഈ ജന്മത്തിലുള്ള കർമ്മവും നാം തിരഞ്ഞെടുക്കുന്ന ചുറ്റുപാടും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം പാരമാർത്ഥികം സ്യാദദ്വൈതം ചാജ്ഞതാ കുതോ നാദിഃ വപുഷശ്ച പോഷകം കിം പ്രാരബ്ധം ചാനദായി കിം ചായുഃ. കിം പാരമാർത്ഥികം സ്യാദദ്വൈതം ചാജ്ഞതാ കുതോ നാദിഃ വപുഷശ്ച പോഷകം കിം പ്രാരബ്ധം ചാനദായി കിം ചായുഃ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 60-ാം ശ്ലോകത്തിലെ ചോദ്യം അജ്ഞത എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ്. അതിന് ആചാര്യൻ നൽകുന്ന ഉത്തരം അനാദി എന്നും. അത് എന്തുകൊണ്ടെന്ന് വിശദമായി വിവരിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 60-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ
ദ്വൈതം കൽപ്പിതമാണ് എന്ന് പറഞ്ഞപ്പോൾ പാരമാർത്ഥികം എന്താണെന്ന് ചോദ്യം വന്നു. അദ്വൈതമാണ് പാരമാർത്ഥികം, അദ്വൈതം മാത്രമാണ്. ഈ അദ്വൈതബോധം എന്തുകൊണ്ട് ഇല്ലാതാകുന്നു എന്നുള്ളതിന് അജ്ഞാനം കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അവിദ്യ കൊണ്ടാണെന്ന്. ആ നിലയ്ക്ക് ചോദ്യം വരികയാണ്, അജ്ഞത എവിടെ നിന്നുണ്ടാവുന്നതാണ്? അതാണ് കിം പാരമാർത്ഥികം സ്യാദദ്വൈതം ചാജ്ഞതാ കുതോ നാദിഃ വപുഷശ്ച പോഷകം കിം പ്രാരബ്ധം ചന്നദായി കിം ചായുഃ. അജ്ഞത കുതഃ, അജ്ഞത എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കുതഃ കസ്മാത്, എവിടെ നിന്ന്, എന്തിൽ നിന്നാണ് അജ്ഞാനം ഉണ്ടാകുന്നത്? അതിന് മറുപടി അനാദി എന്നാണ്. അജ്ഞത, അവിദ്യ അനാദിയാണ്. മായയാ കൽപ്പിതമാണ് ദ്വൈതം എന്ന് പറഞ്ഞു. മായ അനാദിയാണ്, അനന്തയാണ്. അതിന് കാരണമില്ല, ഒട്ടാരംഭിച്ചതുമല്ല, അന്തമില്ല, അവസാനിക്കുന്നില്ല. അനാദ്യ അനന്ത അനിർവാച്യ, പരമാത്മാവിൻ്റെ, പരമേശ്വരൻ്റെ അനന്യയും അഭിന്നയുമായ ശക്തിവിശേഷമാണ്. അവിടെ അഭിന്ന അനന്യ എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ വ്യവഹാരങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ പരമാത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് അഥവാ പരമേശ്വരനിൽ നിന്ന് ഭിന്നമായിട്ട് നമ്മൾ മായയെ പരിഗണിക്കും. അഗ്നി കൊണ്ട് ഒരാൾക്ക് പൊള്ളി എന്ന് പറയുന്ന വിഷയം പരിഗണിക്കുമ്പോൾ അഗ്നിയുടെ ചൂടിനെ നമ്മൾ പരിഗണിക്കും. വാസ്തവത്തിൽ അഗ്നിയിൽ നിന്ന് ഭിന്നമായിട്ട് ചൂടില്ല, അഗ്നി തന്നെയാണ് ചൂട്. ഇതുപോലെ പരമാത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് അവിദ്യയില്ല, മായയില്ല, വിദ്യയില്ല, പ്രകൃതിയില്ല. പരമാത്മാവ് തന്നെയാണ് മായ, അനന്യയാണ്, അഭിന്നയാണ്. പക്ഷേ അഗ്നിയുടെ ചൂട് എന്ന് പൊള്ളിയതിനെ പരിഗണിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ സൃഷ്ടിസ്ഥിതി സംഹാരം തുടങ്ങിയവയെ പരിഗണിക്കുമ്പോൾ മായ എന്ന് പ്രത്യേകം പറയും. ആ മായ തന്നെയാണ് വിദ്യയും അവിദ്യയുമായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിദ്യ, അജ്ഞത അത് അനാദിയാണ്. അപ്പോൾ ഏത് കാരണത്തിൽ നിന്നുണ്ടായി? പ്രത്യേകിച്ചൊരു കാരണത്തിൽ നിന്നും ഉണ്ടായതല്ല. ഇവിടെ അവിദ്യ പരമാത്മാവിൻ്റെ മായയുടെ ഭാവമാണ്. ആ നിലയ്ക്ക് അത് അനാദിയാണ്. ഇനി ജീവൻ്റെ ആപേക്ഷികമായ തലത്തിലിരുന്ന് പറയുമ്പോൾ അത് വ്യഷ്ടിഗതമായി തൻ്റെ സ്വരൂപത്തെ മറയ്ക്കുന്ന അവിദ്യയായിട്ട്, അജ്ഞാനമായിട്ടിരിക്കുന്നു. അതുതന്നെ മായ എന്നുള്ള അർത്ഥത്തിൽ സമഷ്ടിഗതയായിരിക്കുന്നു. രണ്ടായാലും അനാദിയാണ്, അനന്തയാണ്. അപ്പോൾ അവിടെ ചോദ്യം വരാം, പരമാത്മാവിൻ്റെ അനന്യശക്തി എന്ന രീതിയിൽ മായ അനാദി എന്ന് പറയാം. പക്ഷെ ജീവഗതമായിട്ട് ജീവനിലുള്ളതായ സ്വരൂപത്തിൻ്റെ തിരിച്ചറിവില്ലായ്മയാകുന്ന അവിദ്യ അത് അനാദിയാണെങ്കിൽ അനന്തയുമായിരിക്കണമല്ലോ. അങ്ങനെ അനന്തയാണെങ്കിൽ ഒരിക്കലും മനുഷ്യന് തത്വജ്ഞാനമോ മുക്തിയോ ഉണ്ടാകരുതല്ലോ. കാരണം തത്വജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവിദ്യ നശിക്കണം, അനന്ത നശിക്കില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബ്രഹ്മഗതമായി അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ അനന്യശക്തിയായ, പരമാത്മാവിൻ്റെ അനന്യശക്തിയായ മായ അനാദി അനന്ത, ജീവൻ്റെ സകല ദുഃഖങ്ങൾക്കും കാരണമാകുന്ന അവിദ്യ അത് ഇരുട്ട് പോലെയാണ്. ഇരുട്ട് പദാർത്ഥങ്ങളുടെ അവിവേകകരിയായിരിക്കുന്നു, പദാർത്ഥജ്ഞാനം ഉണ്ടാവുന്നതിന് തടസ്സമായിരിക്കുന്നു. അതേ സമയത്ത് വിദ്യയുടെ വെളിച്ചത്തിൻ്റെ അഭാവരൂപമാണത്. വെളിച്ചത്തിൻ്റെ അഭാവരൂപമായതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ഭാവത്തിൽ അതില്ല. ഇതുപോലെ വിദ്യോദയത്തിൽ അവിദ്യ ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് നേരത്തെ
മിഥ്യയെ പറഞ്ഞ സന്ദർഭത്തിൽ വിദ്യാനാശ്യമാണെന്ന് പറഞ്ഞത്, വിദ്യയാൽ നശിപ്പിക്കപ്പെടുന്നതാണെന്ന്. അവിടെ നശിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരാൾ മറ്റൊരാളെ നശിപ്പിച്ചതുപോലെ, ആയുധം കൊണ്ടോ മറ്റോ ഒരാൾ മറ്റൊരാളെ നശിപ്പിച്ചു എന്ന് പറയുന്നത് പോലെയല്ല. മറിച്ച് വെളിച്ചത്തിൽ ഇരുട്ടില്ല. അല്ലാതെ വെളിച്ചത്താൽ ഇരുട്ട് നശിപ്പിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. അവിടെ ഇരുട്ടിൻ്റെ ജഡം നമ്മൾ കാണുന്നില്ല. മറിച്ച് പ്രകാശത്തിൻ്റെ അഭാവം, ഭാവം പ്രകടമായപ്പോൾ പിന്നെ ഇല്ല. ഈ രീതിയിൽ ഗ്രഹിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നു, നമുക്ക് ആവിദ്യകമായിട്ട് ഈ ശരീരമുണ്ട്, ജീവഭാവമുണ്ട്. ജീവഭാവത്തോടു കൂടി നമ്മൾ ശരീരത്തെ ധരിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ശരീരം എങ്ങനെയാണ് ധരിക്കപ്പെടുന്നത്? ആരാണ് ശരീരത്തെ ധരിക്കുന്നത്? ഈ ചോദ്യം വരികയാണ്. അതാണ് ചോദിക്കുന്നത്, വപുഷശ്ച പോഷകം കിം? ഈ വപുസിൻ്റെ, ശരീരത്തിൻ്റെ പോഷകം എന്താണ്? അതിനെ നിലനിർത്തുന്നത്, പുഷ്ടിപ്പെടുത്തി നിലനിർത്തുന്നത് ആരാണ്? മറുപടി പ്രാരബ്ധം. പ്രാരബ്ധമാണ് ശരീരത്തെ നിലനിർത്തുന്നത്. എന്താണ് ഇതിൻ്റെ താത്പര്യം? നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനവി വിശ്വാത്മാ വിദിത്വാ കംസജം ഭയം യദൂനാം നിജനാഥാനാം യോഗമായാം സമാദിശത്. വിശ്വാത്മാവ്, സർവാത്മാവായിരിക്കുന്ന, സർവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ, ഭഗവാനവി, ഭഗവാനും നിജനാഥാനാം, താനാകുന്ന നാഥനോടുകൂടിയ, യദൂനാം, യദുക്കളുടെ, കംസജം, കംസജന്യമായ ഭയം, പേടിയെ, ഭയത്തെ, വിദിത്വ, അറിഞ്ഞിട്ട്, യോഗമായാം, യോഗമായയെ സമാദിശത്, സമാദേശിച്ചു. സകല ചരാചരങ്ങളിലും ആത്മസ്വരൂപനായിട്ട് വിളങ്ങുന്ന ഭഗവാൻ തന്നെ തൻ്റെ ഭക്തന്മാരിൽ വെച്ച് അത്യന്തം ശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തിയാണ് ആര്? വസുദേവർ. അങ്ങനെ വസുദേവൻ മുതലായിരിക്കുന്ന യാദവന്മാരിൽ കംസനിൽ നിന്നുള്ള ഭയത്തെ അറിഞ്ഞ് തൻ്റെ ശക്തിസ്വരൂപിണിയായിരിക്കുന്ന യോഗമായയെ അരികത്ത് വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോവഗോഭിരലങ്കൃതം രോഹിണി വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ. ദേവി, അല്ലയോ ദേവി, ഭദ്രേ, അല്ലയോ മംഗളെ, മംഗളസ്വരൂപിണിയായിരിക്കുന്ന, ഗോപഗോപി, അലങ്കൃതം, ഗോപന്മാരാലും ഗോക്കളാലും അലങ്കരിക്കപ്പെട്ട, ഗോപന്മാരാലും ഗോക്കളാലും അലങ്കരിക്കപ്പെട്ട വ്രജം, വ്രജത്തെ, ഗോകുലത്തെ, ഗമിച്ചാലും, വസുദേവസ്യ, വസുദേവൻ്റെ ഭാര്യയായ രോഹിണി, രോഹിണി നന്ദഗോകുലേ, നന്ദഗോകുലത്തിൽ ആസ്ഥേ ഇരിക്കുന്നുണ്ട്. അല്ലയോ മംഗളസ്വരൂപിണിയായിരിക്കുന്ന ദേവി, ഗോകുലത്തിലേക്ക് നീ ഗമിക്കണം. ഗോപന്മാരും പശുക്കളും ആ സ്ഥലത്ത് അലങ്കാരമായിരിക്കുന്നത് കൊണ്ട് നന്ദഗോപൻ്റെ സ്ഥലത്തിൽ വസുദേവരുടെ ഭാര്യയായിരിക്കുന്ന രോഹിണി എന്നൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ കണ്ടിട്ട് അന്യാശ്ച കംസ സംവിഘ്ന വിവരേഷു വസന്തി ദേവഖ്യാജഡരേ ഗർഭം ശേഷാഖ്യാം ധാമമാമകം തൻ സന്നികൃഷ്യ രോഹിണ്യ ഉദരേ സന്നിവേശയ. പറയുക, കംസ സംവിഘ്നാഹ, കംസനിൽ നിന്ന് സംവിഘ്നാഹ, ഭയപ്പെട്ടിരിക്കുന്ന, അന്യാച്ച, മറ്റു സ്ത്രീകളും, വിവരേഷു, ഗുഹകളിൽ, വസന്തി, വസിക്കുന്നുവല്ലോ. കംസനിൽ നിന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ അങ്ങനെ പലയിടത്തും ഭയന്ന് ചേക്കേറിയിരിക്കുകയാണ്. ദേവക്യ, ദേവകിയുടെ, ജഡരേ, ജഡരത്തിലുള്ള, ഗർഭം, ഗർഭം, മാമക, എൻ്റെ സംബന്ധിയും, ശേഷാഖ്യം, ശേഷനെന്ന പേരോടുകൂടിയ ധാമ തേജസ്സാകുന്നു. തത്, അതിനെ, സന്നികൃഷ്യ, സന്നികർഷണം ചെയ്തിട്ട്, അതായത് എടുത്തിട്ട് രോഹിണ്യ, രോഹിണിയുടെ ഉദരത്തിൽ പ്രവേശിപ്പിച്ചാലും,
അദാഹം അംശഭാഗേന ദേവക്യാം പുത്രതാം ശുഭേ പ്രാപ്സ്യാമി ത്വം യശോദായാം നന്ദപത്ന്യാം ഭവിഷ്യസി. അഥ അനന്തരം അഹം ഞാൻ അംശഭാഗേന അംശങ്ങളുടെ വിഭാഗസ്ഥാനമായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയ ദേവകിയുടെ പുത്രതയെ പ്രാപ്സ്യാമി പ്രാപിക്കുന്നേൻ. ശുഭേ അല്ലയോ ശോഭനെ, ത്വം നീ നന്ദപത്നിയാം നന്ദൻ്റെ ഭാര്യയായിരിക്കുന്ന യശോദയിൽ ഭവിഷ്യസി ഭവിക്കുക. ദേവകിയുടെ ഗർഭത്തെ ആകർഷിച്ചിട്ട് ആ രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്താവശ്യം സാധിക്കാനെന്നുള്ളതിൻ്റെ ചോദ്യത്തിന് പറയുകയാണ്. ദേവകിയുടെ ഗർഭത്തെ ആകർഷിച്ച ഉടനെ തന്നെ പരിപൂർണ സ്വരൂപത്തോടു കൂടിയ ദേവയുടെ പുത്രഭാവത്തെ അംഗീകരിക്കാൻ പോകുന്ന നീയും നന്ദൻ്റെ ഭാര്യയായ യശോദയിൽ അവതരിക്കുക. എൻ്റെ അവതാര സമ്പത്ത് പരിപൂർണമാകണമെങ്കിൽ അവിടെ അല്ലയോ യോഗമായേ നീ കൂടി വേണമല്ലോ എന്നാണ് പറയുന്നത്, സൂചിപ്പിക്കുന്നത്. അർച്ചിഷ്യന്തി മനുഷ്യസ്ത്വാം സർവകാമവരേശ്വരീം നാനോപകാരബലിഭി സർവകാമവരപ്രദാം. മനുഷ്യന് സർവകാമവരേശ്വരിയും സർവകാമങ്ങളുടെയും ശ്രേഷ്ഠമായി ഇരിക്കുന്നതും ഈശ്വരിയും സർവകാമവരപ്രദാം സർവകാമങ്ങളുടെയും സാധിപ്പിക്കുന്ന വരങ്ങളെ ഒക്കെ പ്രദാം നൽകുന്നവളുമായിരിക്കുന്ന ത്വാം നിന്നെ നാനോപകാരബലിഭി അനേകം ഉപകാരബലിഭി അനേകം പൂജാദ്രവ്യങ്ങളെ കൊണ്ട് അർച്ചിഷ്യന്തി പൂജിക്കും. അല്ലയോ ദേവി, നീ ഇപ്രകാരം ചെയ്യുന്നവളാകയാൽ ഇപ്രകാരം ചെയ്യുന്നതുകൊണ്ട് എപ്രകാരമാണോ ദേവകിയുടെ ഗർഭത്തിലുള്ള എൻ്റെ അംശമായിരിക്കുന്നതിനെ ആവാഹിച്ച് രോഹിണിയുടെ ഗർഭത്തിൽ വയ്ക്കുമ്പം നിനക്കുണ്ടാകുന്ന ഒരു ഗുണമെന്താണ്, അവിടെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ അവതരിക്കുകയും അവിടെ മായയുടെ സാന്നിധ്യം ഉണ്ടാകുകയും ചെയ്യും. അതിലൂടെ തന്നെ നിന്നെ ജനങ്ങളെല്ലാം അനേകം പൂജാദ്രവ്യങ്ങളെ കൊണ്ട് പൂജിക്കാൻ ഇടവരികയും ചെയ്യും. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കി തരികയാണ്. മനുഷ്യർ പൊതുവെ കാമാസക്തരാണ്. അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള കർമ്മങ്ങളെയാണ് അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവകർമ്മങ്ങളും മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾ അത്രയും അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലയോ ദേവി, നിന്നെ അവർ സർവാലങ്കാരയായിട്ട് പൂജിക്കും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ദേവിയെ സർവാലങ്കാരയുക്തയായിട്ട് പൂജിക്കുന്നത് ഉത്തമമെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തി തരികയാണ് ഭാഗവതം. അതുകൊണ്ട് ദേവീഭജനം അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിൽ ഉപാസനകൾ പല വിധത്തിലുണ്ട്. വിഷ്ണു ഭഗവാനെ പൂജിക്കാം, ദേവിയെ പൂജിക്കാം. വിഷ്ണു ഭഗവാനും യോഗമായയും കൂടെ ഒരിടത്തുള്ളിടത്ത് ഈ സഫലീകരണം പെട്ടെന്ന് നടക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ദേവിയും ദേവനും കൂടെ ഒരുമിക്കുന്നിടത്ത്, ശക്തിയും ശക്തനും കൂടെ ഒരുമിക്കുന്നിടത്ത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കും. അതോടുകൂടിയുള്ള ഉപാസനാദികൾ ക്രമപ്പെടുത്തി വളർത്തിയെടുക്കണമെന്നുള്ള കാര്യവും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ജീവിതത്തിലുള്ളത്, രോഗങ്ങൾ മാറാനുള്ള ആഗ്രഹങ്ങളുണ്ടാകാം, അഭീഷ്ടങ്ങൾ സാധിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ടാകാം, ദുരിതങ്ങളൊക്കെ തന്നെ നീക്കിത്തരുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടി ഭജിക്കുന്നവരുണ്ടാകാം. അങ്ങനെ കാമങ്ങളെ സാധിപ്പിക്കാനുള്ള അതിശക്തി അല്ലയോ യോഗമായേ അമ്മയ്ക്കുണ്ട് എന്നുള്ള കാര്യമാണ് വിഷ്ണു ഭഗവാൻ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് അവിടുന്ന് എന്ത് ആഗ്രഹങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ഭക്തർ നിന്നെ പൂജിക്കുന്നുണ്ടോ അതെല്ലാം സഫലീകരിക്കപ്പെടുമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവരെയും ദേവനും ദേവിയും സർവ ഐശ്വര്യങ്ങളോടുകൂടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഓ
രാമനാരായണം അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം അച്യുതം കേശവം രാമ